അധ്യായം 80. സൂറത്ത് ആബസ്. മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 42. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മ. തന്റെ അടുത്ത് ആ കുരുടൻ വന്നതിനാൽ അദ്ദേഹം നബി മുഖം ചുളിക്കുകയും തിരിഞ്ഞുകളയുകയും ചെയ്തു. വമാ യുദരീക ലഅല്ലഹു യസ്സക്കാ ഔ യദ്ദക്കറു ഫതൻഫഅഹു الذിക്റാ. നബിയെ, താങ്കളെ അറിയിക്കുന്നതെന്താണ്? അദ്ദേഹം പാപങ്ങളിൽ നിന്ന് പരിശുദ്ധനാവുകയോ അല്ലെങ്കിൽ ഉപദേശം സ്വീകരിക്കുകയും അങ്ങനെ ആ ഉപദേശം തനിക്ക് ഫലപ്പെടുകയുമോ ചെയ്തേക്കും. أَمَّا مَنِ اسْتَغْنَى فَأَنْتَ لَهُ تَصَدَّى. എന്നാൽ സ്വയം പര്യാപ്തത നടിച്ചവനാകട്ടെ, അവന്റെ നേരെ താങ്കൾ ശ്രദ്ധ തിരിക്കുന്നു. وَمَا عَلَيْكَ أَلَّا يَزَّكَّى. അവൻ സത്യനിഷേധത്തിൽ നിന്ന് ശുദ്ധിയാകാത്തതിൽ താങ്കൾക്ക് കുറ്റമൊന്നുമില്ല. وَأَمَّا مَنْ جَاءَكَ يَسْعَى وَهُوَ يَخْشَى. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് താങ്കളുടെ അടുക്കൽ ധൃതിപ്പെട്ട് വന്നവനാകട്ടെ, فَأَنْتَ عَنْهُ تَلَهَّى. താങ്കൾ അദ്ദേഹത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയും ചെയ്യുന്നു. كَلَّا إِنَّهَا تَذْكِرَةٌ فَمَنْ شَاءَ ذَكَرَهُ. അങ്ങനെ വേണ്ട, തീർച്ചയായും അത് ഖുർആൻ വാക്യങ്ങൾ ഒരു ഓർമ്മപ്പെടുത്തലാകുന്നു. അതിനാൽ വേണമെന്ന് ഉദ്ദേശിക്കുന്നവർ അത് ഓർമ്മിച്ചു കൊള്ളട്ടെ. فِي صُحُفٍ مُكَرَّمَةٍ مَرْفُوعَةٍ مُطَهَّرَةٍ بِأَيْدِي سَفَرَةٍ كِرَامٍ بَرَرَةٍ. ആദരണീയവും ഉന്നതവും പരിശുദ്ധമാക്കപ്പെട്ടതും മാന്യരും അനുസരണശീലരുമായ ചില ദൗത്യവാഹകരുടെ കൈവശമുള്ളതുമായ ചില ഏടുകളിലുള്ളതാണത്. قُتِلَ الْإِنسَانُ مَا أَكْفَرَهُ. മനുഷ്യൻ ശപിക്കപ്പെടട്ടെ, എന്താണ് അവനെ ഇത്ര നന്ദികെട്ടവൻ ആക്കിയത്? مِنْ أَيِّ شَيْءٍ خَلَقَهُ. എന്ത് വസ്തുവിൽ നിന്നാണ് അല്ലാഹു അവനെ സൃഷ്ടിച്ചത്? مِنْ نُطْفَةٍ خَلَقَهُ فَقَدَّرَهُ. ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് അല്ലാഹു അവനെ സൃഷ്ടിച്ചു, എന്നിട്ട് അവനെ വേണ്ട വിധം വ്യവസ്ഥപ്പെടുത്തി. ثُمَّ السَّبِيلَ يَسَّرَهُ. പിന്നെ തന്റെ ജീവിത മാർഗങ്ങളെ അവന് എളുപ്പമാക്കി കൊടുത്തു. ثُمَّ أَمَاتَهُ فَأَقْبَرَهُ. പിന്നെ അവനെ മരണപ്പെടുത്തി, എന്നിട്ടവനെ മറവു ചെയ്യിച്ചു. ثُمَّ إِذَا شَاءَ أَنشَرَهُ. പിന്നീട് അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ അവനെ പുനരുജ്ജീവിപ്പിക്കുന്നതാണ്. كَلَّا لَمَّا يَقْضِ مَا أَمَرَهُ. അങ്ങനെ വേണ്ട, മനുഷ്യനോട് അല്ലാഹു കൽപ്പിച്ചത് അവൻ നിർവഹിച്ചില്ല. فَلْيَنظُرِ الْإِنسَانُ إِلَى طَعَامِهِ. എന്നാൽ മനുഷ്യൻ തന്റെ ഭക്ഷണത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. أَنَّا صَبَبْنَا الْمَاءَ صَبًّا. തീർച്ചയായും നാം മഴവെള്ളം ശക്തിയായി വർഷിപ്പിച്ചു. ثُمَّ شَقَقْنَا الْأَرْضَ شَقًّا. പിന്നെ ഭൂമിയെ നാം പിളർത്തി. فَأَنبَتْنَا فِيهَا حَبًّا وَعِنَبًا وَقَضْبًا وَزَيْتُونًا وَنَخْلًا وَحَدَائِقَ غُلْبًا وَفَاكِهَةً وَأَبًّا. എന്നിട്ട് അതിൽ ധാന്യങ്ങളും മുന്തിരിയും പച്ചയിൽ മുറിച്ചെടുക്കുന്ന സസ്യങ്ങളും ഒലീവും ഈത്തപ്പനയും ഇടതിങ്ങിത്തൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും പഴങ്ങളും കാലിത്തീറ്റയും നാം മുളപ്പിച്ചു. مَتَاعًا لَكُمْ وَلِأَنْعَامِكُمْ. നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കും ഉപയോഗിക്കാൻ വേണ്ടി.
فإذا جاءت الصاخة എന്നാൽ ആ ഭീകര ശബ്ദം വന്നാൽ يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه അതായത് മനുഷ്യൻ തന്റെ സഹോദരനെയും മാതാവിനെയും പിതാവിനെയും ഭാര്യയെയും സന്താനങ്ങളെയും വിട്ട് ഓടിപ്പോകുന്ന ദിവസം لكل امرئ منهم يومئذ شأن يغنيه അന്ന് അവരിൽ നിന്ന് ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കും തന്നെ മതിയാക്കത്തക്ക കാര്യങ്ങൾ. وجوه يومئذ مسفرة ضاحكة مستبشرة അന്ന് ചില മുഖങ്ങൾ പ്രസന്നവും ചിരിക്കുന്നവയും സന്തോഷം കൊള്ളുന്നവയുമായിരിക്കും. ووجوه يومئذ عليها غبرة ترهقها قترة മറ്റു ചില മുഖങ്ങളാകട്ടെ അന്ന് അവയുടെ മേൽ പൊടിപുരണ്ടും ഇരുട്ട് അവയെ പൊതിഞ്ഞുമിരിക്കും. أولئك هم الكفرة الفجرة അവരാണ് ദുർമാർഗികളായ സത്യനിഷേധികൾ.